വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കേരള പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം. നോക്കൂ, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? ആശാന്റെ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? ആശാന്റെ വാക്കുകളിൽ എന്താണ് നിറയുന്നത്? നിരാശ, ദുഃഖം, അഭിമാനം, സന്തോഷം. അപ്പോൾ കുട്ടികൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിരാശ. അദ്ദേഹത്തിന് നിരാശയാണ് അനുഭവപ്പെടുന്ന. ആശാന്റെ വാക്കുകളിൽ ഇതാണ് തെളിയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അശാന്ത നഗരത്തിൽ നിന്ന് കൂട് വിട്ട് പറക്കാൻ മോഹിക്കുന്ന പക്ഷി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അമ്മയെ, സൈറയെ, ഉണ്ണിയെ, അച്ഛനെ. ആരെയാണ്? സൈറയെ. ആരെയാണ്? സൈറയെ. മൂന്നാമത്തെ, വശ്യമാം ശൈലിയിൽ നിന്നെ ജയ്പുരു വിശ്വമനോഹര ഭാഷയുണ്ടോ? മാണിക്യവീണ. ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ്. മലയാളത്തേക്കാൾ മികച്ച ഭാഷ വേറെയുണ്ട്. മാതൃഭാഷയുടെ മനോഹരതയെക്കുറിച്ച് കവിക്ക് ഉറപ്പില്ല. ഇവിടെ എന്താണ്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ്. അതാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ആശയം. വിശ്വമനോഹര ഭാഷയുണ്ടോ? വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ? നിന്നെ ജയിക്കാൻ പറ്റിയ വേറൊരു ഭാഷയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ ഏതാണ്? മലയാളമാണ്. കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ പെട്ടെന്ന് മിന്നോളിയായി മനസ്സിൽ പാളി. അടിവരയിട്ട പ്രയോഗത്തിന്റെ സാന്ദർഭിക അർത്ഥം എന്താണ്? കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ പെട്ടെന്ന് മിന്നോളിയായി മനസ്സിൽ പാളി. എന്താണ്? മിന്നൊളിയായി മനസ്സിൽ പാളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കവിത എഴുതിയത്, പെട്ടെന്ന് മറന്നുപോയത്, കവിത എഴുതാനുള്ള പ്രചോദനം കിട്ടിയത്, പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്താണ്? പെട്ടെന്ന് ഓർമ്മ വന്നു എന്നാ പറയണം അല്ലെ. മിന്നൊളിയായി മനസ്സിൽ പാളി, പെട്ടെന്ന് മിന്നൊളിയായി, പെട്ടെന്ന് ഓർമ്മ വന്ന് മനസ്സിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതെന്നാണ് ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 1000 മണിയുടെ നാക്കടിക്കിടാമൊറ്റ വായിലെ നാവാർക്കെന്നും കെട്ടുവാൻ കഴിയുമോ? നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് മണിയുടെ നാവ് കെട്ടാനാവില്ല, മനുഷ്യന്റെ നാവ് നിയന്ത്രിക്കാനാവില്ല, മണിയുടെ ഒച്ച നിയന്ത്രിക്കാനാവില്ല, മണിയടിക്കാനാവില്ല. ഇതിലെന്താണ്? മനുഷ്യന്റെ നാവ് നിയന്ത്രിക്കാനാവില്ല. നാവാർക്കാൻ കെട്ടുവാൻ കഴിയും. മനുഷ്യന്റെ നാവ് നിയന്ത്രിക്കാനാവില്ല. നാവാർക്കും കെട്ടുവാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മനുഷ്യന്റെ നാവ് നിയന്ത്രിക്കാനാവില്ല. ഇതാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പാർട്ടിലെയാണ്. ആകാശത്തോട് ഗാന്ധിജിയെ സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം വിശദമാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശത്തോടാണ് ഗാന്ധിജിയെ ഉപമിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഔചിത്യം വിശദമാക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഉപമിച്ച്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി നിന്നാലും കാർമേഘം പരന്നാലും ആകാശം എല്ലാത്തിനെയും സമചിത്തതയോടെയാണ് കാണും. അപ്പോൾ ആകാശത്തിന് ഭാവം ഭേദമൊന്നും ഇല്ലാത്തതുപോലെ സുഖദുഃഖങ്ങളോ സ്തുതി നിന്ദകളോ ഗാന്ധിജിയിൽ ഒരു ഭാവഭേദവും ഉണ്ടാക്കുന്നില്ല. എന്ത് വന്നാലും ഗാന്ധിജിയിൽ അതൊരു ഭാവഭേദവും ഉണ്ടാക്കുന്നില്ല എന്ന് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക എന്നാണ് പറഞ്ഞത്. കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നീർത്തുള്ളികൾ തുടച്ചു കളയാൻ പോലും കൈകൾ ചലിപ്പിക്കാതെ കർണൻ ദയനീയനായിരുന്നു. ഇപ്രകാരം ഇരുന്ന കർണനെ മഹാത്ഭുതത്തെ എന്ന പോലെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഒറ്റ വാക്കാക്കാനാണ് പറയണത്. എങ്ങനെ നമുക്ക് എഴുതാം? കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നീർത്തുള്ളികൾ എന്താണ്? തുടച്ചു കളയാൻ പോലും കൈകൾ ചലിപ്പിക്കാതെ കർണൻ വേണ്ട ദയനീയനായിരുന്ന പിന്നെ ഇപ്രകാരമായിരുന്നു എന്ന് പറയണ്ട. ദയനീയനായിരുന്ന പിന്നെ ഇപ്രകാരമായിരുന്നു എന്നുള്ളത് വേണോ? വേണ്ട. ദയനീയനായിരുന്ന കർണനെ
മഹാത്ഭുതത്തെ എന്ന പോലെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഫുൾ സ്റ്റോപ്പ്. 2 സെന്റൻസ് ഒറ്റ വാക്യമാക്കി നമ്മൾ മാറ്റി. കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നീർത്തുള്ളികൾ തുടച്ചു കളയാൻ പോലും കൈകൾ ചലിപ്പിക്കാതെ ദയനീയനായിരുന്ന കർണനെ മഹാത്ഭുതത്തെ എന്ന പോലെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ഒറ്റവാക്യമായിട്ട് എഴുതേണ്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. വൈരപ്പൊടി ചിതറിയ ആകാശം. പി കുഞ്ഞിരാമൻ നായർ ആകാശത്തെ ഇങ്ങനെ അവതരിപ്പിച്ചതിന്റെ ഔചിത്യമെന്ത്? അതായത് എങ്ങനെയാണ്? ആകാശത്തെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ വൈരപ്പൊടികളായി സങ്കല്പിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന്റെ ഭംഗി വാക്കുകളുടെ അവതരിപ്പിക്കുകയാണ് കവി. അപ്പൊ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയാണ് വൈരപ്പൊടികളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. മകന്റെ അസാധാരണമായ കഴിവിൽ അഭിമാനിക്കുന്ന ഒരച്ഛനെ പെരുന്തച്ഛൻ എന്ന കവിതയിൽ ജി ശങ്കരക്കുറുപ്പ് അവതരിപ്പിക്കുന്നു. പെരുന്തച്ഛനെ കുറിച്ചുള്ള പൊതുധാരണ തിരുത്തുകയാണ് കവി. ഈ അഭിപ്രായത്തോട് പ്രതികരിക്കുക. ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ ഇത് സാധൂകരിക്കാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്, നോക്കൂ. മകന്റെ കൈകളിൽ ഉളി പിടിപ്പിച്ചത് താനാണ് എന്ന് പെരുന്തച്ഛൻ ഓർക്കുന്നു. ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുകളിൽ മകൻ സ്ഥാപിച്ച ഗരുഡ വിഗ്രഹം കണ്ടാൽ അവിടേക്ക് ചേക്കേറുന്ന ഗരുഡൻ ഇരിപ്പുറപ്പിക്കാനായി ചിറകുകൾ ചലിപ്പിക്കുന്നതായി തോന്നും. അത്രയ്ക്ക് ജീവനുള്ളതായിരുന്നു ആ ഗരുഡ പ്രതിമ. മകന്റെ കരിവിരുതിൽ അച്ഛൻ അസൂയാലുവായി എന്നാണ് ജനം പറയുന്നത്. പക്ഷേ ഏതച്ഛനാണ് മകന്റെ കഴിവിൽ അഭിമാനമല്ലാതെ അസൂയ തോന്നുക എന്ന് പെരുന്തച്ഛൻ ചോദിക്കുന്നു. മകന്റെ കഴിവിൽ അഭിമാനിക്കുന്ന അച്ഛന്റെ മനസ്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മകന്റെ കഴിവിൽ ഏതൊരച്ഛനാണ് അസൂയാലു ആവാൻ കഴിയുന്നത്? അഭിമാനിക്കാനല്ലാതെ അസൂയാലു ആവാൻ ഏതൊരു അച്ഛനാണ് കഴിയുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളോട് പെരുന്തച്ഛൻ ചോദിക്കുന്നത്. അപ്പൊ അച്ഛന്റെ മനസ്സാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. കളിയരങ്ങിൽ നിന്ന് വിടവാങ്ങുന്നതോടെ താനല്ലാതായി തീരുമെന്ന് ചിന്തിക്കുകയാണ് ആശാൻ. പാഠഭാഗം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ജീവിതം കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കലാകാരനായിരുന്നു ആശാൻ. 13ാമത്തെ വയസ്സിൽ നടനായി. 3/4 നൂറ്റാണ്ട് അദ്ദേഹത്തിന്റെ കലാസപര്യ തുടർന്നു. ഇപ്പോൾ അരങ്ങിൽ നിന്ന് വിടവാങ്ങാൻ സമയമായി. പക്ഷേ അരങ്ങും അണിയറയുമില്ലാത്ത ഒരു ജീവിതം ആശാന് സങ്കല്പിക്കാൻ പോലും ആകില്ല. അത്രമാത്രം അദ്ദേഹത്തിന്റെ ജീവിതം കലയുമായി ബന്ധപ്പെട്ടിരുന്നു. കലയില്ലാതായാൽ താനും ഇല്ലാതാകുമെന്ന് ആശാൻ കരുതുന്നു. കളിയരങ്ങിൽ നിന്ന് വിടവാങ്ങുന്നതോടെ താനല്ലാതായി തീരുമെന്ന് ആശാൻ ചിന്തിക്കാൻ കാരണം ഇതാണ്. അദ്ദേഹം കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളായിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ. അദൃശ്യയായ കാവ്യമാതാവിനെ തേടിയുള്ള കവിയുടെ അന്വേഷണമാണ് കവിതയോട് എന്ന കവിത. ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അദൃശ്യയായ കാവ്യമാതാവിനെ തേടിയുള്ള കവിയുടെ അന്വേഷണമാണ് കവിതയോട് എന്ന കവിത. അപ്പൊ അതിനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രകൃതിയാകുന്ന കാവ്യമാതാവിനെ അന്വേഷിക്കുന്ന കവിക്ക് അമ്മയെ പൂർണ്ണ രൂപത്തിൽ കാണാൻ കഴിയുന്നില്ല. പ്രകൃതി മാതാവിന്റെ പൂഞ്ചേലയുടെ സുവർണ ഭംഗിയെ സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ ഭംഗിയിലും അമ്മയുടെ പുഞ്ചിരി പ്രഭാതകാന്തിയിലും കവി കാണുന്നു. മഴവില്ലാകുന്ന മാണിക്യമായാലും പൊന്മിന്നലാകുന്ന അരഞ്ഞ അണവും അമ്മയുടെ ആഭരണങ്ങളായി കവി കാണുന്നു. പ്രഭാതത്തിലെ കുയിലിന്റെ ഗാനത്തിൽ അമ്മയുടെ താരാട്ടിന്റെ സംഗീതം കവി കേൾക്കുന്നു. ചെമ്പനീർ പുഷ്പങ്ങളിൽ അമ്മയുടെ പാദത്തിന്റെ പാടുകൾ കവി കാണുന്നു. ഇങ്ങനെ അമ്മയുടെ സാന്നിധ്യം എല്ലായിടവും അനുഭവിക്കുമ്പോഴും കാവ്യമാതാവ് അദൃശ്യയായി നിൽക്കുന്നതാണ് കവി അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതി കാവ്യമാതാവിനെ അന്വേഷിക്കുന്ന കവിക്ക് അമ്മയെ പൂർണ്ണ രൂപത്തിൽ എവിടെയും കാണാനായിട്ട് കാണുന്നില്ല. അപ്പൊ പ്രകൃതി മാതാവിന്റെ പൂഞ്ചോലയുടെ സുവർണ ഭംഗിയാണ് സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ ഭംഗിയിലും അമ്മയുടെ പുഞ്ചിരി പ്രഭാതകാന്തിയിലും കവി കാണുകയാണ് ചെയ്യുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന നോവൽ ഭാഗത്ത് കർണൻ മൂല്യബോധവും ധർമ്മനിഷ്ഠനുമായാണ് പ്രകടമാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധർമ്മിഷ്ഠനായ രാധേയനിലെ കർണന്റെ മൂല്യബോധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജന്മന കവചകുണ്ടലധാരിയും ധീരനുമായ കർണനെ പാണ്ഡവപക്ഷത്തു നിർത്താൻ ആഗ്രഹിക്കുന്ന ശ്രീകൃഷ്ണൻ കുന്തിയുടെ മൂത്ത പുത്രനാണ് കർണൻ എന്ന സത്യം വെളിപ്പെടുത്തുന്നു. പാണ്ഡവരുടെ ജ്യേഷ്ഠൻ എന്ന പദവിയും അധികാരവും എല്ലാം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ലോകത്തിനു മുന്നിൽ അപമാനിതനായി അച്ഛനാര്, കുലമേത് എന്ന ചോദ്യത്തിനു മുന്നിൽ തലകുനിച്ചു നിന്ന സന്ദർഭത്തിൽ തന്നെ രക്ഷിക്കുകയും തനിക്ക് ആത്മാഭിമാനം പകർന്നു നൽകുകയും ചെയ്ത ദുര്യോധനനെ ഉപേക്ഷിക്കാൻ കർണൻ തയ്യാറാകുന്നില്ല. തനിക്കുണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ എന്തു തന്നെയായാലും ഉപകാരം ചെയ്തവനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത കർണന്റെ വിശ്വസ്തത പ്രകടമാകുന്ന സന്ദർഭമാണ് ഇത്. അപ്പോ കർണൻ അവന്റെ ആ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അവന് കിട്ടാൻ ഒരുപാട് പദവികളും ഇതൊക്കെ അവന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും ഒരിക്കൽ തന്നെ സഹായിച്ചവരെ തിരിച്ച് അവരെ ഉപേക്ഷിക്കാതെ അവർക്ക് അവരുടെ കൂടെ നിൽക്കുകയാണ് കർണൻ ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിസന്ധികൾ മനുഷ്യരെ ഒന്നിപ്പിക്കുകയും മാനവിക മൂല്യങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. മാനവികതയുടെ തീർത്ഥം എന്ന പാഠം വിശകലനം ചെയ്ത് പ്രസ്താവനയോട് പ്രതികരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1946 ഉണ്ടായ മഹാപ്രളയം നേരിട്ട് അനുഭവിച്ചതിനെ കുറിച്ചും 2018 പ്രളയത്തെക്കുറിച്ചും വൈശാഖൻ ഓർമ്മിക്കുന്നുണ്ട്. രാത്രിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ കുന്നിൻ മുകളിലുള്ള അണ്ണാച്ചിയുടെ വീട്ടിലേക്ക് ലേഖകനും കുടുംബാംഗങ്ങളും താമസം മാറ്റി. 4-5 കുടുംബങ്ങൾ അപ്പോഴേക്കും അവിടെ എത്തി. അവരിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടായിരുന്നു. പല ജാതിക്കാരായ കുട്ടികൾ ഒരുമിച്ചുറങ്ങിയ ദിനങ്ങൾ. അവർ കഥകൾ പറഞ്ഞു. അതുവരെ രുചിച്ചിട്ടില്ലാത്ത കറികളുടെ രുചി അറിഞ്ഞു. ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. 2018 പ്രളയത്തെ തുടർന്നും ധാരാളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തിന്റെ പ്രതീകങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറി. തീരാ നഷ്ടങ്ങൾക്കിടയിലും ഒരുമയുടെ സമാശ്വാസം ഏവരും പങ്കുവച്ചു. പ്രതിസന്ധികൾ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന, കണ്ണു തണുപ്പിക്കുന്ന കാഴ്ചയാണ് പ്രളയകാലങ്ങളിൽ കണ്ടത്. അപ്പോൾ ആ സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും എന്താണ് ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രവർണ്ണോജ്ജല നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല ഹൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ടത്രേ. കുയിലുകൾ കൂകിയില്ല, മാട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നത്രേ. മധ്യഭംഗങ്ങൾ മുരണ്ടതില്ല. മലയാള കവിതയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ പ്രകടമാവുന്നത്? എന്തെല്ലാം സവിശേഷതകളാണ്? വസന്തകാലം സൗന്ദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമാണ്. വസന്തകാലത്ത് കുയിലുകൾ പാടുകയും വണ്ടുകൾ തേൻ നുകരാൻ എത്തുകയും ചെയ്യും. ഈ പ്രത്യേകതകളൊക്കെ മലയാള സാഹിത്യ ലോകത്തിന്റെ സവിശേഷതകളായി മാണിക്യവീണ എന്ന കവിതയിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നു. മലയാള ഭാഷയുടെ പൂന്തോട്ടത്തിൽ കിളിപ്പാട്ട്, തുള്ളൽ, ഗാഥ, വഞ്ചിപ്പാട്ട്, കവിത അങ്ങനെ ഒട്ടേറെ വസന്തങ്ങൾ കടന്നുപോയി. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും വൈലോപ്പിള്ളിയും ചങ്ങമ്പുഴയും എല്ലാം ഭാഷയിൽ വസന്തം വിരിയിച്ച കവികളാണ്. ഹൃദയത്തിൽ ആവേശം നിറച്ച ധാരാളം കവികൾ വസന്ത ഋതുവിലെ കുയിലുകളെ പോലെ പാടി സാഹിത്യകൃതികളാകുന്ന പൂക്കളിലെ തേൻ നുകർന്ന് മത്തുപിടിച്ച എത്ര വണ്ടുകളാണ് മുരണ്ടത്. മലയാളത്തിലെ ആസ്വാദകരെയും നിരൂപകരെയുമാണ് ഇവിടെ വണ്ടുകളായി കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം മലയാളത്തിലെ ആസ്വാദകരെയും നിരൂപകരെയുമാണ് ഇവിടെ വണ്ടുകളായി കൽപ്പിച്ചിരിക്കുന്നത്. വൈവിധ്യപൂർണമായ കൃതികളിലൂടെ കവികളും മറ്റുള്ള എഴുത്തുകാരും എന്ത് ചെയ്തു? എഴുത്തുകാരും മലയാള ഭാഷയെ ധന്യമാക്കി. മലയാള ഭാഷയെ ധന്യമാക്കി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ധന്യമാക്കി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, നേടുന്നതിലല്ല നൽകുന്നതിലാണ് യഥാർത്ഥ സന്തോഷം കൂടിക്കൊള്ളുന്നത്. വേദം എന്ന കവിതയെ ആസ്പദമാക്കി വിലയിരുത്തുക എന്നാണ് പറഞ്ഞത്. അപ്പം നേടുന്നതിലല്ല നൽകുന്നതിലാണ് യഥാർത്ഥ സന്തോഷം കൂടിക്കൊള്ളുന്നത് എന്ന് ഇത് വേദം എന്ന കവിതയെ ആസ്പദമാക്കി വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ എങ്ങനെയാണ്. മനുഷ്യ സ്നേഹത്തിന്റെ ആൾരൂപമായ ഒരു ഉമ്മയെ വേദം എന്ന കവിതയിൽ കാണാം. ഉണ്ണാവൃതവുമായി അന്യരെ ഊട്ടുകയാണ് ഈ ഉമ്മ. സ്വാർത്ഥതയുടെ പര്യായമായി മാറുന്നവർക്ക് ഉമ്മയുടെ ജീവിതം വലിയൊരു സന്ദേശമാണ്.
നേടുന്നതിലല്ല നൽകുന്നതിലാണ് ആനന്ദം എന്ന ഉമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പണവും പ്രശസ്തിയും അധികാരവും കൈക്കലാക്കാനുള്ള പരക്കം പാച്ചിലിൽ കാണേണ്ട പലതും നാം കാണാതെ പോകുന്നു. ചെയ്യേണ്ടത് പലതും ചെയ്യാതെ പോകുന്നു. നൽകുന്നതിന്റെ സന്തോഷം അനുഭവിക്കാൻ ഈ പരക്കം പാച്ചിൽ നമുക്ക് കഴിയാറില്ല. നേടുന്നതിനേക്കാൾ നൽകുന്നതിലുള്ള സന്തോഷം എത്ര വലുതാണ് എന്ന് ഉമ്മയിലൂടെ നാം തിരിച്ചറിയുന്നു. ഊണിന് കറി പോരെന്ന് പറഞ്ഞ് പിണങ്ങിയിരുന്ന കുട്ടിയിലേക്കും ഉമ്മയുടെ നന്മ വ്യാപിക്കുന്നത് നാം കാണുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാതെ ഈശ്വരനെ അന്വേഷിക്കുന്നതിന്റെ നിരാർത്ഥകതയും ഉമ്മയിലൂടെ കവി പറഞ്ഞു തരുന്നു. അപ്പോൾ ഇതാണ് വേദം എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആശയം. 16ാമത്തെ ക്വസ്റ്റ്യൻ. കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച കലാകാരനാണ് കീർത്തിമുദ്ര എന്ന കഥയിലെ ആശാൻ. ആശാന്റെ സ്വഭാവ സവിശേഷതകൾ, കലയോടുള്ള അർപ്പണ മനോഭാവം, സ്വാർത്ഥകമായ കലാജീവിതം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ ആശാനെ കുറിച്ചുള്ള ആശാന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. കലയെ ജീവിതം തന്നെയായി ഉപാസിച്ച കൃഷ്ണനാട്ടം കലാകാരനായിരുന്നു ആശാൻ. ഇവിടെ വേണ്ട ഒരു വാക്കാണ് കൃഷ്ണനാട്ടം കലാകാരനായിരുന്നു ആശാൻ. 13ാം വയസ്സിൽ കളിയരങ്ങിലെത്തിയ ഈ കലാകാരൻ ഇന്ന് 88ാം വയസ്സിൽ എത്തി നിൽക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട കലാസപര്യയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധയുമാണ് ഒരു കലാകാരന് വേണ്ടതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ജീവിതത്തിലുടനീളം അദ്ദേഹം അത് പരിപാലിക്കുകയും ചെയ്തു. ഗുരുനാഥന്മാരെ അനുസരിച്ച് യൗവനകാലത്ത് സ്വയംവര കൃഷ്ണന്റെ വേഷമാണ് കെട്ടിയത്. നിത്യകാമുകനായ കൃഷ്ണന്റെ വേഷം തന്മയത്വത്തോടെ അഭിനയിച്ചു. യൗവനം അവസാനിപ്പിച്ചപ്പോൾ ലഭിച്ചത് യവന്റെ വേഷമായിരുന്നു. വേഷക്കൊഴുപ്പിൽ ആശാന്റെ യവനനെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീകൃഷ്ണനിൽ നിന്നും യവനിലേക്കുള്ള മാറ്റം വേദന ഉളവാക്കിയിരുന്നു. ഇനി ഒരിക്കലും അരങ്ങിലില്ല എന്ന ചിന്ത ഇപ്പോൾ ആശാന്റെ മനസ്സ് വേദനിപ്പിക്കുന്നു. ആ വേദനയോടെയാണ് വിടവാങ്ങലിന് മുമ്പുള്ള കളിക്കായി ആശാൻ അരങ്ങിലെത്തിയത്. ആ കലാകാരന്റെ ജീവിതം അത്തരത്തിൽ തന്നെ അവസാനിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഈ അനുഗ്രഹീത കലാകാരന് അരങ്ങു തന്നെ അന്ത്യരംഗവും ഒരുക്കി. കളിവേഷത്തോടെ തന്നെ ജീവിതത്തോടും അദ്ദേഹം യാത്ര പറഞ്ഞു, തൻ്റെ കലാജീവിതം സാർത്ഥകമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്ര നിരൂപണമാണ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കുക. കരുണാങ്കരം കാലേന നിൻ കൈകൾ പേർത്തും മുതിർന്നേക്കാം, മാലേറ്റ ലോകത്തിൻ കൺ തുടയ്ക്കാൻ മാടി വിളിച്ചേക്കാം സൗഖ്യധനാം നിന്നെ മർദ്ദിതന്മാരുടെ മാനസങ്ങൾ കാത്തു നിന്നേക്കാം, നീ മുന്നിൽ നടപ്പതു കണ്ടകഭീരുക്കളായിരം പേർ, പാതി നീ പങ്കിട്ടെടുക്കും സ്വദുഃഖമെന്നാതുരരെ പോഴു മാഷിച്ചേക്കാം, സഞ്ചിതമായിട്ടില്ലെന്തു ചുമിടുങ്ങി പിഞ്ചുതോളിന്നു സധൈര്യം പേറാൻ, എത്രയാധിക്യത സോദരൻ ചുറ്റുമുണ്ടി തളിർ കൈകളാലുദ്ധരിക്കാൻ, നീറും വ്രണങ്ങളെത്രയുണ്ടാകിലെന്നും നിന്നനു താപാശുതേൻ പുരട്ടാൻ, എന്നുണ്ണി കർമ്മോഷ്മത തമാം ജീവിതം തന്നിലെ കാൽ വച്ചതിന്നു പിമ്പും പറ്റാതെ നിൽക്കാവൂ, ദീനർതൻ തൻ ദാഹത്തെ ചേറ്റു ശമിപ്പിക്കുമീ കണ്ണുനീർ. ഇത് ബാലാമണി അമ്മയുടെ ഒരു കവിതാശകലമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വായിച്ച് ഇതിന് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞാണ്. ഇതുപോലത്തെ മറ്റുള്ള കവിതകളും നിങ്ങൾക്ക് പ്രാവശ്യം വായിച്ച ആസ്വാദനം എഴുതാനായിട്ട് തരാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആശയം എഴുതുന്നത് നമുക്ക് നോക്കാം. കുഞ്ഞിന് അമ്മ നൽകുന്ന ഉപദേശത്തിന്റെ രീതിയിൽ ബാലാമണി അമ്മ രചിച്ച കവിതയാണ് കരുണാങ്കുരം. കാലക്രമത്തിൽ നിന്റെ കൈകൾ ദുഃഖിതരുടെ കണ്ണുനീർ തുടയ്ക്കാനായി മുതിർന്നേക്കാം എന്ന് കുഞ്ഞിനോട് അമ്മ പറയുന്നു. പീഡിതരായ ആളുകൾ സമാശ്വാസത്തിനായി നിന്നെ മാടി വിളിച്ചേക്കാം. ഭീരുക്കളായ ആയിരങ്ങൾ നീ വരുന്നതും കാത്ത് നിന്റെ പിന്നിൽ അണിനിരക്കാൻ കാത്തു നിന്നേക്കാം. ദുഃഖിതരായ ആളുകൾ അവരുടെ ദുഃഖം നീ പങ്കിട്ടെടുക്കുമെന്ന് ആശിച്ചേക്കാം. നിന്റെ ചുമലുകൾക്ക് പേറാൻ ഒരുപാട് ചുമടുകൾ ചുറ്റുമുണ്ട്. നിന്റെ കൈകളാൽ ഉദ്ധരിക്കാൻ ഒരുപാട് സഹോദരങ്ങളുമുണ്ട്. നിന്റെ അനുതാപമാകുന്ന കണ്ണുനീർ പുരട്ടി സൗഖ്യം പകരാൻ നീറുന്ന മുറിവുകളും ഏറെയുണ്ട് എന്നിങ്ങനെ അമ്മ പറയുന്നു. എല്ലാ വിധത്തിലും മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് നിന്നെ കാത്തിരിക്കുന്നതെന്നും അങ്ങനെ തന്നെയാവണം ജീവിക്കേണ്ടതെന്നും ഓർമ്മിപ്പിക്കുകയാണ് കവിത്രി. കുഞ്ഞിനുള്ള ഉപദേശത്തിനപ്പുറം സമൂഹത്തിലെ ഓരോരുത്തർക്കുമുള്ള ജീവിതപാഠം കൂടിയായി ഈ കവിത മാറുന്നു. അതായത് ഒരു അമ്മ ഒരു കുട്ടിക്ക് നൽകുന്ന
ഉപദേശമാണ്. അതായത് നീ മറ്റുള്ളവർക്ക് തണലാകണം, സഹായിക്കണം, മറ്റുള്ളവരുടെ ചുമലുകൾക്ക് താങ്ങായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നൽകുന്ന സന്ദേശമാണ്. അവനെ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് നിന്നെ കാത്തിരിക്കുന്നതെന്ന് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞിനുള്ള ഉപദേശത്തിനപ്പുറം സമൂഹത്തിലുള്ള ഓരോരുത്തർക്കുമുള്ള ഒരു ജീവിതം പാഠം കൂടിയാണ് ഈ കവിത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള അതിൻ്റെ ആശയങ്ങളും വർണ്ണനകളും ഒക്കെ വച്ചിട്ട് വേണം നിങ്ങൾ ആശയം എഴുതാൻ. ഇതുപോലെ വേറെ ഏതെങ്കിലും കവിതകളും നിങ്ങൾക്ക് തരാം. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ then see you again. Thank you.